+2 CBSE MCQ സീരീസിൽ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. വളരെ വെയിറ്റേജ് ഉള്ള എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ബട്ട് ദ ചാപ്റ്റർ ഇസ് വെരി 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 സിമ്പിൾ. ആ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following expressions is correct for the rate of reactions given below? So നമ്മൾക്ക് അവരൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷന്റെ റേറ്റ് എഴുതാനാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ബ്രോമിന്റെ H+ അയോൺസിന്റെ കോൺസെൻട്രേഷന്റെ ബേസിസിലാണ് നമ്മൾ റേറ്റ് എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു, മക്കളെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെക്കേണ്ടത്, റേറ്റ് റിയാക്ടിന്റെ ടേംസിൽ എഴുതുമ്പോൾ അവര് നെഗറ്റീവ് സൈൻ ആയിരിക്കും. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറയാണല്ലോ, സോ ഒരു നെഗറ്റീവ് സൈൻ ആയിരിക്കും റേറ്റിൽ ഉണ്ടാവാം. ആൻഡ് ഇനി റിയാക്ടൻസിൽ ഏതെങ്കിലും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അവരെ ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു -1/5 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Br മൈനസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഈക്വൽ ടു, ഈ റിയാക്ഷന്റെ റേറ്റ് തന്നെയായിരിക്കും H+ അയൺസിന്റെ കോൺസെൻട്രേഷൻ ടേംസിൽ എഴുതിയാലും എന്തായിരിക്കും? -1/6 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇവർ രണ്ടുപേരും നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ. രണ്ടുപേരിലും എന്തുണ്ട്? നെഗറ്റീവ് സൈൻ ഉണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ Br മൈനസ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു, ഈ 5 ഇങ്ങോട്ട് കൊണ്ടായാൽ 5/6 ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H+ ബൈ ഡെൽറ്റ ടി. ഇതാണല്ലോ നമ്മുടെ ഓപ്ഷൻ സി. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആയല്ലോ മക്കൾക്ക് എല്ലാവർക്കും? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. യെസ്, കൺസിഡർ ദ റിയാക്ഷൻ എ ഗിവിംഗ് ബി. അപ്പോ എ ആണ് നമ്മുടെ റിയാക്ടന്റ് ആൻഡ് ബി ആണ് നമ്മളുടെ product. B ആണ് product. The concentration of both the reactants and the products varies exponentially with time. Which are the following figures correctly describe the change in concentration of reactants and products with time? So അവര് നമുക്ക് നാല് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെയും ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റിന്റെയും ഗ്രാഫ് എന്നാണ് ചോദിക്കുന്നത്. മക്കളെ നമുക്കറിയാം, ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആയിരിക്കും, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ വളരെ ലോ ആയിരിക്കും, 0 ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ലോ ആയിരിക്കും. ഇനി റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനോ കൂടി വരും. ആഫ്റ്റർ എ സെർട്ടൈൻ ടൈം എന്തുണ്ടാവും? നമ്മൾ +1 ഇക്വിലിബ്രിയം ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആഫ്റ്റർ എ സെർട്ടൈൻ ടൈം എന്ത് ചെയ്യും? സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദി കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദി പ്രൊഡക്റ്റ് ആൻഡ് റിയാക്ടന്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. സോ നമ്മളുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ നോക്കിയേ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വന്നു. ആഫ്റ്റർ സെർട്ടൻ ടൈം റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നു. ഇനി പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനോ ആദ്യം വളരെ ലോ ആയിരുന്നു, പിന്നെ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തപ്പോൾ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി വന്നു. ആഫ്റ്റർ സെർട്ടൻ ടൈം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തപ്പോൾ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നു. സോ എല്ലാ മക്കൾക്കും ക്ലിയർ ആയല്ലോ? ഇത് എക്സാമിന് ചോദിക്കും, NCERT ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. കോണ്ടാക്ട് പ്രോസസ് എന്തിനാ? സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ് ആണ് എന്താ? കോണ്ടാക്ട് പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ്. അവർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2SO2 + O2 gives you 2SO3. The rate of the reaction can be expressed as, ഓക്സിജന്റെ ടേംസിലാണ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്തേക്കണേ. ആൻഡ് അവർ വാല്യൂ തന്നിട്ട് 2.5 ഇൻറ്റു 10⁻⁻4 മോൾ L⁻⁻1 S⁻⁻1. The rate of disappearance of sulfur dioxide will be. എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം സൾഫർ ഡയോക്സൈഡിന്റെയും ഓക്സിജന്റെയും ടേംസിൽ
റേറ്റ് എഴുതി നോക്കാം. എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു minus 1 by 2 change in concentration of sulfur dioxide by change in time equal to minus 1 by 1 change in concentration of O2 divided by change in time. എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് രണ്ട് സൈഡിലുള്ള നെഗറ്റീവ് സൈൻസ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഡെൽറ്റ S2 ബൈ ഡെൽറ്റ T ഈക്വൽ ടു ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. 2 into change in concentration of O2 by change in time. So, sulfur dioxide rate of disappearance എന്തിനോട് ഈക്വൽ ആയിരിക്കും? 2 times of rate of disappearance of oxygen. That is, ഓക്സിജന്റെ rate of disappearance തന്നിട്ടുണ്ട്. അതിന്റെ 2 times ആയിരിക്കും rate of disappearance of sulfur dioxide. So, rate of disappearance of sulfur dioxide will be 2 into 2.5 into 10 raised to minus 4. That is 5 into 10 raised to minus 4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 50 into 10 raised to minus 5. So, our option എന്തായിരിക്കും? So, answer is option A, 50 into 10 raised to minus 5 mole liter raised to minus 1 second raised to minus 1. Next question ചെയ്താലോ? And the next question is half-life period of a zero order reaction is equal to. നമ്മളപ്പോ chemical kinetics chapterൽ half-life period of zero order, first order, second order എല്ലാം പഠിച്ചിട്ടുണ്ട്. എന്താ മക്കളെ zero orderന്റെ half-life indication? T half of a zero order reaction will be equal to R0 by 2K. ഇത് എന്തിനായിരിക്കും? zero order reaction ആയിരിക്കും. ഇനി ഫസ്റ്റ് ഓർഡറിനോ? T half of first order reaction will be equal to 0.693 by K. So, our option എന്തായിരിക്കും? Our option will be R0 by 2K. Option D ആയിരിക്കും answer. And the next question is, the unit of velocity constant for a zero order reaction. ഈ velocity constant തന്നെയാണ് എന്ത്? Rate constant. റേറ്റ് കോൺസ്റ്റന്റിനെ നമ്മൾ ഇടയ്ക്ക് എന്ത് വിളിക്കും? വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നും കൂടി വിളിക്കും. സോ ഒരു ഫസ്റ്റ് ഓർഡറിന്റെ ആയാലും സെക്കൻഡ് ഓർഡറിന്റെ ആയാലും ഈ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? മോൾ റേസ് ടു 1 minus n ലിറ്റർ റേസ് ടു n minus 1 per second. ഇവിടെ n എന്തൊക്കെയായിരിക്കാം? n-ന് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? For a zero order reaction. So, n equal to 0 ആണ് നമുക്ക് വേണ്ടത്. എന്ത് വരും? n equal to 0 കൊടുത്താൽ മോൾ raised to 1 minus 0 ലിറ്റർ raised to 0 minus 1 per second. അപ്പൊ എന്തായിരിക്കും യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് വരാം? മോൾ raised to 1 ലിറ്റർ raised to minus 1 second raised to minus 1. ഇതാണ് എന്ത്? റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ്. ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ സി, മോൾ ലിറ്റർ raised to minus 1 second raised to minus 1. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റേറ്റ് ലോ ഫോർ ദി റിയാക്ഷൻ A plus 2B gives you C is found to be rate equal to K into concentration of A into concentration of B. Concentration of reactant B is doubled. Keeping the concentration of A constant, the value of rate constant will be. Rate constant ന്റെ വാല്യൂ ആണ് ചോദിക്കണേ. മക്കളെ കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്താലും ട്രിപ്പിൾ ചെയ്താലും എന്താണ്? റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ വിൽ ഓൾവേസ് റിമെയിൻസ് ദി സെയിം. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ റിമെയിൻസ് ദി സെയിം. ബട്ട് അറ്റ് ദി സെയിം ടൈം അവര് നമ്മളോട് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്തുണ്ടാവും? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇനി അവരെന്താ പറയണേ? കോൺസെൻട്രേഷൻ ഓഫ് ബി ഡബിൾ ചെയ്തു. അപ്പോ റേറ്റ് എന്തിനുണ്ടാവും? റേറ്റ് ഡാഷ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 2B. ഇതെന്തായിരിക്കും? 2 into concentration of A into
concentration of B. So concentration of B double ചെയ്യുമ്പോൾ റേറ്റിന് എന്ത് സംഭവിക്കും? റേറ്റ് ഡബിൾ ആവും. ബട്ട് റേറ്റ് കോൺസ്റ്റന്റോ? റേറ്റ് കോൺസ്റ്റന്റ് നോക്കിയേ, റേറ്റ് കോൺസ്റ്റന്റ് ഇവിടെയും K ആണ്, ഇവിടെയും K ആണ്. റേറ്റ് കോൺസ്റ്റന്റ് will always remains the same. ക്ലിയർ ആയല്ലോ മക്കൾക്ക്? യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് കോൺസ്റ്റന്റ് സെയിം ആയിരിക്കും, ബട്ട് റേറ്റ് എന്തായിരിക്കും? റേറ്റ് ഡബിൾ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആൻഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് for the reaction 2x plus y is gives you x2y, what will be the expression for instantaneous rate of the reaction? ഇത്രയും നേരം നമ്മൾ ആവറേജ് റേറ്റ് ആണ് കണ്ടിരുന്നത്. ഇപ്പൊ എന്താ ചെയ്യിക്കണേ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ എഴുതാം? അവർ ഇക്വേഷൻ തന്നിട്ടുണ്ട് 2x plus y gives you x2y. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈക്വൽ ടു റേറ്റ് ഇൻസ്റ്റന്റേനിയസ് ഈക്വൽ ടു എന്ത് വരും? -1/2 dx by dt equal to -1/1 dy by dt equal to dx2y by dt. ഇതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ നമ്മുടെ. ഓപ്ഷൻ എ, -d concentration of x by 2 into dt. ബാക്കി എല്ലാ ആൻസേഴ്സും തെറ്റല്ലേ? ഇവിടെ പോസിറ്റീവ് സൈൻ വന്നു, ഇവിടെ ഒരു -1/2 വന്നു. ബാക്കി ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ഓപ്ഷൻ എ മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? In a first order reaction, the time taken to complete half of the reaction. Time taken to complete the half of the reaction എന്ന് പറഞ്ഞാൽ എന്താണത്? T half ആണ് ചോദിക്കുന്നത്. For a first order reaction, T half equal to എന്തായിരിക്കും? 0.693 by K. അവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Does not depend. Does not depend. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാലോ. Depends upon the initial concentration. ഇല്ല, ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Is inversely proportional to the initial concentration. ഇല്ല. Does not depend upon the initial concentration. T halfന്റെ ഇക്വേഷൻ നോക്കുമ്പോൾ equal to 0.693 by K. R0നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Does not depend upon the initial concentration. Depend upon square root of its initial concentration. അതും ഇല്ല. So our option is option C, does not depend upon its initial concentration. Clear ആയല്ലോ? Next question ചെയ്യാലോ? Which of the following graph is correct for a zero order reaction? മക്കളെ, zero order reactionന്റെ ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെയാ? Final concentration R equal to minus KT plus initial concentration R0. നോക്കിയ മക്കളെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒരു ഇക്വേഷനോട് സിമിലാരിറ്റി ഇല്ലേ? ഏതാ ഇക്വേഷൻ? Y equal to mx plus c. നമ്മൾ മാത്സിൽ പഠിക്കുന്ന സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണിത്. Y equal to mx plus c. m എന്താ? m എന്താ? സ്ലോപ്പ് ആണ്. m സ്ലോപ്പ് ഈക്വൽ ടു എന്താ വരണേ? -k. സോ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും? ഗ്രാഫ് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഇതല്ല. പിന്നെ ബാക്കി മൂന്നും നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള സ്ട്രേറ്റ് ലൈൻ ആണ്, കർവ് അല്ല. നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള സ്ട്രേറ്റ് ലൈൻ ആണ്. ദെൻ ഇനി ഏതാ? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഉള്ളൂ. ഇവിടെ y നോക്കേ, y ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. ഓപ്ഷൻ എയില് റിയാക്ഷൻ റേറ്റ് ആണ്. സോ ഓപ്ഷൻ എയും അല്ല. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. നമ്മുടെ y ആക്സിസില്, ടൈം x ആക്സിസില് വിത്ത് എ സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്. ആ സ്ലോപ്പ് എന്താ തരാം? സ്ലോപ്പ് എന്താ? -k. ആൻഡ് ഇവിടെ y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0. ക്ലിയർ ആയല്ലോ? ഗ്രാഫ് എന്താന്ന്? which of the following graph is correct for a zero order reaction? So zero order reaction എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനോ?
Which of the following is not a direct factor affecting the rate of a reaction? So നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യും, ഏതൊക്കെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യില്ല എന്ന് പഠിക്കുന്നുണ്ട്. ആരൊക്കെ എഫക്ട് ചെയ്യൂടാ? 6 ഫാക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ, പ്രസൻസ് ഓഫ് റേഡിയേഷൻ. ഈ 6 ഫാക്ടേഴ്സും റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യും. നമുക്ക് ക്വസ്റ്റ്യനിൽ ആരൊക്കെ തന്നിട്ടുണ്ട്? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് തന്നിട്ടുണ്ട്, ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഓർഡർ ഓഫ് റിയാക്ഷനെയും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? മോളിക്കുലാരിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ആര്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ മോളിക്കുലാരിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ അവർ ആൻസർ ഈസ് ഡി, മോളിക്കുലാരിറ്റി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements are applicable to a balanced chemical equation of an elementary reaction? നമുക്ക് ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇവര് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കാം, ഓർഡർ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു ഓർ ലെസ് ദാൻ മോളിക്കുലാരിറ്റി. ഓർഡറിന് എന്തായിരിക്കാം? ഓർഡർ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ or equal to or less than molecularity. Then ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒക്കെ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യണം. മോളിക്യൂൾസ് ഇല്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? റിയാക്ഷൻ നടക്കില്ല. സോ ഇവിടെ ആൻസർ ഏതായിരിക്കും? മോളിക്കുലാരിറ്റി ക്യാൻ നെവർ ബി 0. മോളിക്യൂൾസ് ഇല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല. സോ മോളിക്കുലാരിറ്റി ക്യാൻ നെവർ ബി 0. ഓപ്ഷൻ ഡി വിൽ ബി അവർ answer. Then അടുത്ത question. The role of catalyst is to change. എന്തിനാണ് കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്യണേ? ഒരു റിയാക്ഷന്റെ റേറ്റ് സ്പീഡ് അപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക. അവരെങ്ങനെയാ റിയാക്ഷനെ സ്പീഡ് അപ്പ് ചെയ്യണേ? എങ്ങനെയാ? ആ റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജീനെ കുറച്ചിട്ടാണ് ആ റിയാക്ഷനെ അവര് സ്പീഡ് അപ്പ് ചെയ്യുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഗ്രാഫൊക്കെ മക്കളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി y ആക്സിസിലും എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി റിയാക്ഷൻ കോർഡിനേറ്റ് x ആക്സിലും. നോക്കിയേ, ഇവരിവിടെ പൊട്ടൻഷ്യൽ എനർജി ഇത് കാറ്റലിസ്റ്റ് ഇല്ലാത്ത സമയത്തും പൊട്ടൻഷ്യൽ എനർജി കാറ്റലിസ്റ്റ് ഉള്ള സമയത്ത് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ആക്ടിവേഷൻ എനർജിനെ കുറച്ചിട്ടാണ് കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നത്? റിയാക്ഷനെ സ്പീഡ് അപ്പ് ചെയ്യണേ. So our option എന്തായിരിക്കും? ഓപ്ഷൻ സി, ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷനെ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. യെസ്, ഡിക്രീസസ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ. Then next question. Activation energy of a chemical reaction can be determined by. എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കണമെന്നും? ഇതില് ഇക്വേഷൻ നമ്മൾ അറിയേണ്ടത് എർഹെനിസ് ഇക്വേഷൻ ആണ്. എർഹെനിസ് ഇക്വേഷൻ വഴി റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിക്കും. 2 ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ആക്ടിവേഷൻ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ് log K2 by K1 equal to EA by 2.303 R into 1 by T1 minus 1 by T2. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്ടിവേഷൻ എനർജി EA കണ്ടുപിടിക്കാം. സോ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഡിറ്റർമൈനിങ് ദി റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ. ആ 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ ഉള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ് ആര്? K1 ഉം K2 ഉം. K1 at temperature T1 and K2 at temperature T2. Clear ആയല്ലോ? And the next question. The rate of the reaction can be expressed by Arrhenius equation as K equal to A into e raised to minus EA by RT. In this equation, A represent. A എന്തിനെ denote ചെയ്യണേ? A represent the frequency factor. ഇതിൽ K എന്താണ്? K ആണ് നമ്മുടെ rate constant. A എന്താണ്? A is the frequency factor.
frequency factor, and EA is our activation energy. E ആണ് activation energy, and R എല്ലാ മക്കൾക്ക് അറിയായിരിക്കും. R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്താണ്? T ടെമ്പറേച്ചർ ആണ്. ഇനി ഒരു പ്രോബബിലിറ്റി ഫാക്ടർ, ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം അവരൊരു പ്രോബബിലിറ്റി ഫാക്ടർ പറയുന്നുണ്ട്. അതാണ് എന്ത്? ഇസഡ്. ഇസഡ് ആണ് പ്രോബബിലിറ്റി ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യാം. ബാക്കി എല്ലാ ഓപ്ഷൻസും നമ്മൾ പഠിച്ചു. ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫ്രീക്വൻസി ഫാക്ടർ. സോ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന എല്ലാ MCQ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തതും വേറൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമായിട്ട് വരുന്നതായിരിക്കും. ഈ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, ബൈ.